ഹായ് നന്ദുസ്വാക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് എനിക്ക് ഗുരുവായൂർ കല്യാണം ഉണ്ട്. വേറെ ആരുമില്ല, നമ്മുടെ കാവ്യ ചേച്ചിയുടെയാണ്, വ്ളോഗറാണ്. ചേച്ചിയുടെ കല്യാണത്തിന് പോണം. അപ്പൊ നമ്മൾ ഇന്ന് രാത്രി വീട്ടിലേക്ക് പോകണം കേട്ടോ. അപ്പൊ അവിടെ നിന്ന് പോകാനുള്ള സുഖം. പിന്നെ അമ്മയാണെങ്കിൽ നാളെ സാരി ഒക്കെ എടുക്കണമെങ്കിൽ സാധിച്ചു. അപ്പൊ അവിടെ നിന്ന് പോകാണ് സുഖം. അപ്പൊ നമ്മള് പോവാണ്. സമയം ഒരു 9:30 ഒക്കെ ഉണ്ടാവും. നമുക്ക് വേറെ കുറച്ച് കാര്യങ്ങളുള്ള കാരണം നമുക്ക് സമയം പോയി. നേരത്തെ ഇറങ്ങാൻ പറ്റിയില്ല കേട്ടോ. അപ്പൊ നാളെ പിന്നെ അമ്പലത്തേക്ക് പോകണമെന്ന് വിചാരിക്കുന്നുണ്ട്, ഗുരുവായൂർക്ക് അല്ലേ, നടക്കുമെന്ന് വിചാരിക്കാം. അപ്പൊ നമുക്ക് നാളേക്കുള്ള കുപ്പികളെ കൊണ്ടുപോവാം. അപ്പൊ എന്റെ അവിടത്തെ കുപ്പികളൊക്കെ ഉണ്ടാവും. കൊറേ നാളായി എടുത്തിട്ട് കുപ്പികളെ കൊറേ നാളായിട്ട്. അപ്പൊ ഇങ്ങനത്തെ ട്രഡീഷണൽ ഡ്രസ്സൊന്നും ഇടാക്കാനോ അവിടെ ഇരിപ്പാണ്. കൊറേ നാളായി. ഓറഞ്ച് ഓറഞ്ചാണ് ധാവണിയേനി. ഞാൻ ഓറഞ്ച് ധാവണിയാണ് എടുത്ത് വെച്ചത് ഗുരുവായൂർക്ക് അമ്പലത്തേക്ക് ഇടാന്ന് വെച്ചിട്ട്. ഈ ഓറഞ്ച് എടുത്ത് വെച്ചാൽ ഓറഞ്ചിന്റെ കൂടെ മെറൂണും ഇത് ഞാൻ ഇട്ടിട്ടും കൂടി ഇല്ല എന്നിടാനാവോ. ഓറഞ്ചിന്റെ കൂടെ മെറൂൺ കുപ്പിവാളും കൂടി നമുക്ക് എടുക്കാം. പിന്നെ ഫുഡ് കഴിക്കണം. പിന്നെന്താ പരിപാടി? ഫുഡ് കഴിക്കണം. അത് കഴിഞ്ഞിട്ട് ഹീറോനെ കൊണ്ടുവന്നാക്കണം. അപ്പൊ അതിന്റെ ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ ബാഗിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. നേരത്തെ തന്നെ കല്യാണത്തിന് പോകണം കേട്ടോ. അപ്പൊ ഇപ്പൊ തന്നെ ഒരു സമയമാകുമ്പോ ആയി. അവിടെ എത്തുമ്പോ തന്നെ 1 മണിയൊക്കെ ആവും ഏകദേശം, ഉറപ്പാണ്. എന്ന് പറഞ്ഞ സാധനമില്ല. അതാണ് ഇപ്പൊ വിഷമം. ഞാൻ വീഡിയോയിൽ നോക്കാണ്ട് സംസാരിക്കുന്നത് വേറെ ഒന്നുമില്ല. ഞാൻ കുപ്പികളെ ആലോചിച്ചോണ്ടിരിക്കുക. സത്യം പറഞ്ഞാൽ ഏത് കുപ്പികൾ എടുക്കുന്നത് മൈൻഡിൽ ഇല്ലാണ്ടിരിക്കാണ്. മഞ്ഞ അല്ലേ, മഞ്ഞ പച്ച എന്തൊക്കെയാ ഇരിക്കണത്. കളറ് വയ്യ. എന്താണ് ഏട്ടാ എനിക്ക് പണ്ടേ ഒരു അതൊരു പ്രത്യേകത ഇഷ്ടമാണ് കുപ്പികളോട്. ഇപ്പൊ എന്തായാലും ഇത്രയും ലേറ്റ് ആയോണ്ട് ഫുഡ് പുറത്തുനിന്ന് കഴിച്ചിട്ടൊക്കെ പോകുള്ളൂ. അയ്യോ ഇറയില്ല കുപ്പികളെ പൊട്ടി എന്നെ നെഞ്ചു തകരി. ഇപ്പൊ എന്തായാലും കുറച്ചു ദിവസമായി വ്ളോഗ് ഇട്ടിട്ട് അല്ലേ? കുറച്ച് അധികം ദിവസമായി. വ്ളോഗ് എടുത്ത് വെച്ചിട്ടുണ്ട്, പക്ഷെ അതിനുള്ള സമയമായിട്ടില്ല. അതെ, ഞങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ ലേറ്റ് ആവട്ടെ. അതെന്താന്ന് മനസ്സിലാവും. ഇത് കാണുമ്പോ എന്തായാലും മനസ്സിലാവും ഞങ്ങൾ എന്തായാലും ഇടാത്തേന്ന്. അത് കഴിഞ്ഞാ പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഒരു അടുത്ത ആഴ്ച കഴിഞ്ഞാ പിന്നെ പടപടപടാന്നും പറഞ്ഞ വ്ളോഗിന്റെ കൊള്ളായിരിക്കും കേട്ടോ. അപ്പൊ ഫുള്ള് വർക്കാണ്. പിന്നെ നാളെ തന്നെ മറ്റന്നൊക്കെ വർക്ക് ഉണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ഞാൻ തന്നെ ഒറ്റയ്ക്ക് വ്ളോഗ് എടുക്കേണ്ടി വരും. അതെ, അപ്പൊ നമുക്ക് കുഞ്ഞു വ്ളോഗ്സ് പോവാം. എന്തായാലും വ്ളോഗ് മാക്സിമം പരമാവധി വേഗം ഇടാൻ നോക്കും. നമ്മള് ഈ വ്ളോഗ് ഇടാൻ പറ്റും, പെട്ടെന്ന് ഇടാൻ പറ്റും എന്ന് വെച്ചിട്ട് ഇങ്ങനെ വെച്ചൊക്കെയായിരുന്നു. പക്ഷെ നമുക്ക് അത്ര പെട്ടെന്ന് ഇടാൻ പറ്റിയില്ല. സമയം വേണം ആ കാര്യത്തിന്, സമയം വേണം. അതുകൊണ്ടാണ്. അതെന്തായാലും വ്ളോഗിൽ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടാ എന്താ സംഭവം. അത് വലിയൊരു കാര്യമാണ്. അതെ, അപ്പൊ അതിന്റെ തയ്യാറെടുപ്പിലാണ്. അപ്പൊ ആ വ്ളോഗ് എന്തായാലും ഞങ്ങക്ക് ഭയങ്കര സ്പെഷ്യലാണ്. ഞങ്ങക്ക് വേറെ ഒന്നുമല്ല, ഞങ്ങ അത്രത്തോളം അതിന് സ്ട്രഗിൾ അനുഭവിച്ചിട്ടുണ്ട്. അത്രത്തോളം ഞങ്ങ വെയിറ്റിംഗ് ആണ് ലൈഫില്. അതൊക്കെ നമുക്ക് ഏറ്റവും വലിയ നിമിഷങ്ങൾ. ചിലപ്പോ കാണൂ, ചിലപ്പോ സിമ്പിൾ ആയിട്ട് തോന്നാം. പക്ഷെ അത് അങ്ങനത്തെ സംഭവങ്ങള് ലൈഫിൽ ഉണ്ടായവർക്ക് അതിനെ കുറിച്ച് മനസ്സിലാവും അല്ലെ? അതെ. പിന്നെ നമ്മള് കല്യാണം കഴിഞ്ഞ് ഇത്രയും 1 കൊല്ലം ആവും, അതെ, അത് നമുക്ക് കിട്ടുമ്പോ അതൊരു വലിയ സന്തോഷം. അങ്ങനെ ഞങ്ങള് ഡ്രസ്സ് ഇറങ്ങിയിട്ട് പാക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് അപ്പൊ ഏട്ടൻ എന്തൊക്കെയോ ഒക്കെ കാണിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ലൈറ്റ് ഓഫ് ചെയ്യാൻ പോകാൻ വേണ്ടിട്ട് ഞാൻ വീഡിയോ എടുത്തിട്ട്, എനിക്ക് സത്യം പറഞ്ഞ ഈ നേരത്ത് പുറത്തിറങ്ങി നിൽക്കാൻ പേടിയാണ് ഒറ്റയ്ക്കായിട്ട് കാറിലിരിക്കുമ്പോ. അത് കഴിഞ്ഞ് ഞങ്ങള് നേരെ തട്ടുകടയ്ക്ക് പോയിട്ട് ഫുഡ് കഴിക്കാൻ. ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ടുണ്ടായില്ല. അപ്പൊ ഫ്രൈഡ് റൈസും പിന്നെന്താ വെച്ചാൽ ചിക്കൻ പെപ്പർ എന്നാണ് പറഞ്ഞത്. ചില്ലി ചിക്കൻ പോലൊക്കെ തന്നെ ഇരിക്കുന്ന ഒരു സംഭവം. അപ്പൊ അതൊക്കെ കഴിച്ച് സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് പോകുമ്പോ തന്നെ നല്ല ഉറക്കം വരുന്നുണ്ടായിട്ട്. സമയം ഒരു 11:15 ആയിട്ടില്ലെങ്കിലും സാധാരണ അങ്ങനെ ഉറങ്ങാറില്ലെങ്കിലും ഇപ്പൊ ഭയങ്കര ക്ഷീണമായി, നല്ല ഉറക്കം വന്നിരുന്നു. പിന്നെ രാവിലെ എണിച്ചപ്പോ തന്നെ കുണുക്കനെ എന്തൊക്കെയോ കാണിക്കുന്നുണ്ട് അവിടെ നിന്നിട്ട്. എന്തൊക്കെയോ ഏട്ടന് കാണിച്ചു കൊടുക്കാൻ വേണ്ടിട്ട് അവിടെ എടുത്തുകൊണ്ടാണ്. കഴിഞ്ഞിട്ട് ഞങ്ങൾ രണ്ടാ വീഡിയോ എടുത്താനുണ്ട്. അപ്പൊ കുണിക്കുമ്പോഴൊക്കെ നല്ല ഉറക്കത്തിലായിരുന്നു. അമ്മ അച്ഛൻ അടുക്കളയിലും പണികളിലൊക്കെ ആയിരുന്നു കേട്ടാ. അടിക്കണ്ട
ഞാൻ സംസാരിച്ചിരിക്കുമ്പോ എന്റെ മുഖത്തോട്ട് ചോദിച്ചത് വാങ്ങിച്ചെന്ന് പറഞ്ഞിട്ടാണ് എന്താ അറിയാ കുട്ടീനെ വിശ്വസിപ്പിച്ചിട്ട് ചേട്ടാ ഇവിടെ വെള്ളം കളിയോ അത് ചെടി നനയ്ക്കണ ആളുണ്ട് അതിനാ കുളിച്ചാട്ടാ ഇജ്ജ് കുളിക്കണ്ടല്ലോ അമ്മ കുടിക്കുന്ന അവിടെ വെള്ളം ഒഴിച്ച് കളിക്കണേ പറയട്ടാ ഫുള്ളായിട്ട് കടിക്കാം നോക്കിട്ടോ സൂപ്പർ ആദ്യം നമുക്ക് ഗ്ലാസ് ആണ് തുടക്കേണ്ടത്. എന്തേ കല്യാണത്തിന് പോകുന്നുണ്ടേ നല്ല കാറ് ഫുള്ള് പൊടിയാ. വാ സമയം കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് കുളക്കലും കൂടി. എനിക്ക് നീ കൂടണ്ട അടിപൊളിയല്ലേ ഇതാ ഇത്. അയ്യോ അമ്മ ചപ്പാത്തിയും പനീർ കറിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാ. ഇവിടെ ഒരു തന്നെ കുരുത്തക്കേട് അടിച്ചോണ്ടിരിക്കുക. അവ വിളിക്കോടുള്ളതാണ് കേട്ടാ. കുണുക്കനെ വിളിക്കണ അമ്മ. അങ്ങനെ രാവിലത്തെ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞിട്ട് നേരെ പോയി കുളിച്ച് ഇതാ ഞാൻ റെഡി ആയിക്കൊണ്ടിരിക്കാനട്ടാ. ഇപ്പൊ ഫൗണ്ടേഷനൊക്കെ ഇട്ടോണ്ടിരിക്കാൻ കൊറേ നാൾക്ക് ശേഷമാണ് അവിടെ ഇരുന്ന് ഇങ്ങനെ ഒരുങ്ങണത്. ആ ഒരു റൂമിൽ ഇരുന്ന് ഒരുങ്ങണത്. അപ്പൊ അമ്മ അവിടെ ഇരുന്നിട്ട് എന്തൊക്കെയോ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കുണുക്കൻ അവിടെ ഇരുന്ന് ഫോണിലൊക്കെ കളിക്കുന്നുണ്ട് കേട്ടാ. കുണുക്ക് സത്യം പറഞ്ഞാൽ ഞാൻ എവിടെയൊക്കെ നിൽക്കണം അവിടെയൊക്കെ ഉണ്ടാവും. അവരതിനെ മാറൊന്നുമില്ല കേട്ടോ. അപ്പൊ എന്റെ ഒരുങ്ങലൊക്കെ കഴിഞ്ഞു. കല്യാണത്തിന് വന്ന് ഫുഡൊക്കെ കഴിച്ച് ആ വണ്ടിയിൽ ഇരിക്കാനായിട്ടാ. നമ്മള് സത്യം പറഞ്ഞ കുറച്ച് ലൈറ്റ് ആയതുകൊണ്ട് നമുക്ക് ചേച്ചിയുടെ വീഡിയോസ് ഒന്നും അങ്ങനെ എടുക്കാൻ പറ്റിയില്ല അല്ലെ. അപ്പൊ ചേച്ചിയുടെ വല്യമ്മയും ഇളയമ്മയും ചേച്ചിയുടെ അമ്മയൊക്കെ നമ്മളെ ഭയങ്കര അല്ലേ നമ്മളോട് ഭയങ്കരമായിട്ട് സംസാരിച്ചിട്ടാ. അമ്മേനെ കാണാത്തതിന്റെ വിഷമത്തിലാണ് അവര്. അപ്പൊ നല്ല ഇതില് നമ്മളോട് നല്ല കമ്പനി സംസാരിച്ചൊക്കെ ചെയ്തു. അപ്പൊ എന്താ ചൂടെടുക്കണ്ട നല്ല വെയിലാണ് കേട്ടോ പുറത്ത്. ഇപ്പൊ ഞാൻ ആ ഒരു മഞ്ഞസാരി എടുത്തിടാം. എങ്ങനെയുണ്ട് സുന്ദരിയായ? ഞാൻ തടി വെച്ചു. ഏട്ടൻ തടി വെച്ച് ഞാൻ ക്ഷീണിച്ചു വേണം പറയണേ. എനിക്ക് വിഷമാവണു ഏട്ടൻ ഞാൻ തടി വെക്കണം ഏട്ടാ. തടി വെക്കാൻ ഞാൻ നല്ലോണം ക്ഷീണിച്ചുട്ടാ. അപ്പൊ ഞാൻ വീട്ടിൽ പോയിട്ട് നമുക്ക് കൊറേ സ്ഥലത്തേക്ക് പോവാനും കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലെ. തൃശ്ശൂർ നമുക്ക് തൃശ്ശൂർക്ക് പോണം. ഒരു ഷൂട്ടുണ്ട്. അപ്പൊ ചേച്ചി ഒരു ഷൂട്ടിന്റെ സാരി എടുക്കാൻ പോണം. അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട് അല്ലെ. പിന്നെ എന്താ നമുക്ക് വേറെ കുറച്ച് ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ എടുക്കാനുണ്ട്. അപ്പൊ അങ്ങനത്തെ കുറെ പരിപാടികളുണ്ട്. സ്റ്റുഡിയോ ഒന്നും എടുക്കണ്ടേട്ടന്. അപ്പൊ ഡ്രസ്സ് എടുക്കണം. ചേച്ചിയോട് സത്യം പറഞ്ഞ രാവി ചേച്ചിയോട് യാത്ര പറയാൻ പറ്റിയില്ല കേട്ടോ. ചേച്ചി അപ്പോഴേക്കും സാരി മാറാൻ പോയി. നമ്മള് ഫുഡ് കഴിച്ചിറങ്ങിയപ്പോ തന്നെ ചേച്ചി സാരി മാറാൻ പോയിട്ടാ. അപ്പൊ ഇപ്പൊ സമയം 2 മണി. ഞങ്ങള് സത്യം പറഞ്ഞ ഇവിടെ എത്തുമ്പോ വിചാരിച്ചു കല്യാണം കഴിഞ്ഞ എല്ലാരും പോയിണ്ടാവോ നമ്മള് വെച്ചു. പിന്നെ കറക്റ്റ് ടൈമായിരുന്നു എത്തിയതും എത്തി നമ്മള് ഫോട്ടോ എടുത്ത് ഇറങ്ങിയ ശേഷം അവര് ഫുഡ് കഴിക്കാൻ ഇറങ്ങിട്ടാ. അപ്പൊ അത്രയും ടൈം ഒരു 10-15 മിനിറ്റ് അല്ലേ വൈകിയിരുന്നെങ്കിൽ നമുക്ക് പെട്ടെന്ന്
നേരത്തെ വരണമെന്ന് വെച്ചാൽ പക്ഷെ കുറേ കാര്യങ്ങളോട് നടന്നില്ല. പിന്നെ എന്തായാലും കല്യാണത്തിന് വരണമെന്ന് എനിക്ക് ഭയങ്കര നിർബന്ധമായിരുന്നു. വന്നു ഈ പറഞ്ഞ പോലെ കാവേശ്ശേരി നമ്മൾ നല്ല കമ്പനിയാണ്, ഭയങ്കര കമ്പനിയാണ്. ചേച്ചിയുടെ എൻഗേജ്മെന്റ് വിളിച്ചിട്ടുണ്ടായി, പക്ഷെ നമുക്ക് അന്നേരത്തിന് വർക്കിലാരും വരാൻ പറ്റാത്ത അവസ്ഥയാണ്. പിന്നെ കൊടുങ്ങല്ലൂരിൽ നിന്ന് ഒറ്റയ്ക്ക് വരാനുള്ള ധൈര്യമായിട്ടില്ല, അതുകൊണ്ട് വരുന്നത്. ഇപ്പൊ അതുകൊണ്ട് തന്നെ ചേച്ചി ഞങ്ങളെ കല്യാണക്കുറി അടിച്ചു വെച്ച് ഞങ്ങളോട് വിളിച്ചു പറഞ്ഞു വർക്കൊന്നും ഏറ്റെടുക്കരുത്, രണ്ടാളും കൂടിയാണ് എത്തണത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ വർക്കൊന്നും ഏറ്റെടുത്തില്ല കേട്ടാ. ചേച്ചിയുടെ കല്യാണത്തിന് എന്തായാലും വരണമെന്ന് വെച്ചിട്ട് ചേച്ചിയുടെ റിസപ്ഷൻ ഇവിടെ അടുത്ത് തന്നെയാണ്. റിസപ്ഷന് പോക്ക് നടക്കും തോന്നണില്ല. ഈ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് നാളെ രാവിലെ അല്ലെങ്കിൽ ഇന്ന് രാത്രി തന്നെ തിരിച്ച് വീട്ടിൽ പോകാം. ചേച്ചിയുടെ ഇളയമ്മയും വല്യമ്മയും ഒക്കെ നമ്മുടെ വീഡിയോസ് കാണുന്ന ആൾക്കാർ തന്നെയാണ് കേട്ടോ. അപ്പൊ ചേച്ചിയുടെ ഇളയമ്മയ്ക്കും വല്യമ്മയ്ക്കും നമ്മളോട് ഭയങ്കര ഇഷ്ടം, ഭയങ്കര സ്നേഹമായിരുന്നു. അപ്പൊ അവരെന്നെ വിളിച്ചോണ്ടിരിക്കുന്നുണ്ട്, വായു റിസപ്ഷന് വായു, ചേച്ചിയുടെ അമ്മയും ഒക്കെ റിസപ്ഷന് വായു വായു എന്ന് വിളിച്ചോണ്ടിരിക്കുകയാണ്. പിന്നെ നമുക്ക് വേറെ കുറെ കാര്യങ്ങളുള്ള കാരണമാണ്, അല്ലെങ്കിൽ ഞാൻ വന്നേനെ എന്തായാലും. പിള്ളേരൊക്കെ അവിടെ സത്യം പറഞ്ഞ പിള്ളേരിപ്പൊ ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് തന്നെ പിണങ്ങിട്ട് ഇരിക്കുകയാണ്, ഗുണക്കൊന്നും മിണ്ടൂല എന്നൊക്കെ പറഞ്ഞിട്ടിരിക്കുകയാണ്. പക്ഷെ അവന് ഞങ്ങൾ ഏട്ടന്റെ കൂടെ അധികം നേരം കളിക്കാനൊന്നും സമയം കിട്ടിയിട്ടില്ല, അതിന്റെ വിഷമാണ് കേട്ടാ. ഇനി പോയിട്ട് ഏട്ടനെ കുറച്ചേരം കയ്യിൽ കൊടുക്കണം. കാർത്തുമ്മയും ഒക്കെ വാശിയായിട്ട് ഇരിക്കുക. കാർത്തുമ്മ ഞങ്ങള് വരുമ്പോ ഭയങ്കര കരച്ചിലായിരുന്നു. അപ്പൊ നമുക്ക് പോവാം. ഇപ്പൊ പായസം സദ്യ കഴിച്ചിട്ട് പായസം കുടിച്ചപ്പോ സത്യം പറഞ്ഞ ഉറക്കം വരില്ല. ഞാന് വീടെത്തിപ്പോ കുറച്ചേരം കിടന്ന് ഉറങ്ങാന്ന് വെച്ചാലും പിള്ളേര് കാണാൻ വേണ്ടി നേരത്തെ എണീച്ചു. ഇന്നലെ രാത്രി വരുമ്പോ അവരൊക്കെ ഉറക്കത്തിലായിരുന്നല്ലോ, അപ്പൊ നമുക്ക് കാണാൻ പറ്റിയില്ല. അപ്പൊ ഇന്ന് ഞാൻ നേരത്തെ എണീച്ചു. നേരത്തെ എന്ന് വെച്ചാൽ 8 മണി. പക്ഷെ ഇപ്പത്തെ ഉറക്ക രീതി കാരണം അത് ഭയങ്കര നേരത്തെയാ. ഇന്നലെ 2 മണിക്ക് ആയില്ലോ കിടക്കുമ്പോ, അതുകൊണ്ട് ഇപ്പൊ ഭയങ്കര നേരത്തെയാ. പോയിട്ട് 10 മിനിറ്റ് കിടന്നുറങ്ങിയാലോ നാലേക്ക്. അതേ സത്യം പറഞ്ഞ ഏസിയുടെ കാറ്റടിക്ക് വർക്ക് തന്നില്ലേ. പായസം കുടിച്ചപ്പോ നല്ല പായസമായിരുന്നു അല്ലേ. ഞങ്ങൾ അലുവും മത്തിക്കാരും പോലെ ഉണ്ട് ഡ്രസ്. ഇവിടെ ഒരാൾ പച്ച, ഞാൻ മഞ്ഞ, വൈലറ്റ് അല്ലേട്ടാ. ഞങ്ങള് ഏട്ടന് വേറെ ഡ്രസ് പോയി തപ്പി കിട്ടിയില്ല. ഈ ഷർട്ടായിട്ടിന് ഭയങ്കര ഇഷ്ടാണ്, പക്ഷേ ഇങ്ങനത്തെ അധികം നമ്മൾ പോയി നോക്കിയിട്ട് കിട്ടുന്നില്ല, അതാ പ്രശ്നം. ഇന്നലെ കൊറേ നോക്കി കിട്ടുന്നില്ല. ഇത് ഇഷ്ടപ്പെടാൻ കാരണം വേറെ ഒന്നല്ല. ഇപ്പൊ സത്യം പറഞ്ഞ ഏട്ടന് നല്ല ക്ഷീണിച്ചിട്ടുണ്ട്. അപ്പൊ ആ ക്ഷീണ ഈ ഷർട്ട് പറയുന്നില്ല. അതുകൊണ്ട് തന്നെ ചേച്ചിയുടെ വലിയ പറഞ്ഞു ഏട്ടൻ നല്ല തടിച്ചിരിക്കുകയാണ് അല്ലേ. ഞാൻ തടി പറഞ്ഞിരിക്കുന്നത്. ഇതെന്തിനാ അതൊക്കെ തുറന്നിട്ടാണ്. ഇവിടെ ഒരാളുടെ കുറുമ്പ് വേണ്ട, കുഞ്ഞിക്കാറുകളൊക്കെ തുറന്നിട്ടിട്ടുണ്ട്. സത്യം പറഞ്ഞ കുട്ടികളുടെ അപ്പുറപ്പോ വല്ല പൂരത്തിന് പെരുന്നാളെ കൊണ്ടുപോകാൻ പറ്റാത്ത അവസ്ഥയാണ്. അവിടെ ഒരു 500 രൂപ കളയില്ലേട്ടാ. ഇതിന് എത്രയാണ്? 400. പക്ഷെ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് എടുത്താട്ടാ. ഇതിന്റെ വേറെ കളറൊക്കെ ഉണ്ടെങ്കിലും ഈ കളർ ഒരു അടിപൊളി, വെയിലടിച്ചിട്ട് ചൂടായിട്ടുണ്ട്, അടിപൊളി സാധന. ഇപ്പൊ ഏട്ടന്റെ കൂടെ നടന്നായിരുന്നു എനിക്ക് ഈ പ്രാന്തൊക്കെ തുടങ്ങി ഇല്ലേ. എന്നോട് ഞാനാ പറയട്ടെ നമുക്ക് എന്താ വെച്ചാൽ അത് നമുക്ക് കണ്ട് നമുക്ക് ഇഷ്ടം തോന്നുന്നല്ലേ. ഞാൻ ചായ കുടിക്കാത്ത ആളായിരുന്നു കല്യാണം കഴിഞ്ഞിട്ട്. ഇപ്പൊ ചായപ്പെടാതെ 2 ചായ കുടിച്ചത്, 2 ചായ ഒറ്റടിക്ക് കുടിച്ചത്. ചായയോട് ഇഷ്ടം കൂടി, അതാണ് നമ്മൾ ഒരാളെ കൂടെ നടന്നു കഴിഞ്ഞാൽ സ്വഭാവം പിടിക്കും. പോവാ. അപ്പൊ എനിക്ക് തോന്നണ ചേച്ചി ഇറങ്ങിയെന്ന് തോന്നുന്നു, ഫോട്ടോഗ്രാഫേഴ്സ് ഒക്കെ കാണുന്നുണ്ട്. അപ്പൊ നമുക്ക് പോവാം. ശരി, ഇനി വീട്ടിൽ ബാക്കിയാണ്. ഞങ്ങളൊരു 2:30 ആയപ്പോ കല്യാണത്തിന് പോയി തിരിച്ചു വന്നിട്ടാ. അപ്പൊ പൊന്നേച്ചിട്ട് വീട്ടിലായിരുന്നു. അപ്പൊ ഞങ്ങൾ വിളിച്ചു വരുത്തി ചേച്ചി വായോന്ന് പറഞ്ഞിട്ട്. അപ്പൊ തൃശ്ശൂർക്കും കുറച്ച് കാര്യങ്ങൾക്കൊക്കെ പോവാനുണ്ടായി. പൊന്നേച്ചി വന്ന ആവശ്യം ചോറുണ്ടായിരുന്നു. അപ്പൊ ഞാന് കാർത്തുമോൾക്കുള്ള ചോറും പിടിച്ചിട്ടാണ് ഇരിക്കണേ. എനിക്കുള്ള ചോറ് ഞാൻ വീട്ടിൽ വന്നിട്ട് കല്യാണത്തിന് ഫുഡ് കഴിച്ചിട്ട് വീട്ടിൽ വന്നിട്ടെങ്കിൽ അമ്മ ചോറൊക്കെ വാരി തന്നുട്ടാ. അപ്പൊ ഏട്ടൻ ആദ്യം തന്നെ ഡ്രസ്സൊക്കെ മാറി വായു കുഞ്ഞാന്ന് വിളിച്ചിട്ടിരിക്കണേ. അപ്പൊ കാർത്തുമോളാണെങ്കിൽ ഒരു വായ കഴിക്കും, അവള് ഓടി നടക്കും. അങ്ങനെ ഞങ്ങള് പോയി ഡ്രസ്സൊക്കെ മാറിയിട്ട്. അപ്പൊ ഞാനും ചേച്ചി സെയിം ഡ്രസ്സൊക്കെയാണ് ഇട്ടിരുന്നത്. അപ്പൊ ഞങ്ങള് തൃശ്ശൂർക്ക് പോകാനായിട്ട്. അപ്പൊ വണ്ടിയിൽ നിന്ന് കുറച്ച് വീഡിയോ എടുത്താണ്. ഞാൻ അടുത്ത് ശരിയായില്ല എന്ന് പറഞ്ഞിട്ട് എന്റെ ഒരു ഫോൺ വാങ്ങിയിട്ടാണ് ഏട്ടൻ എടുക്കുന്നത്. ഞാൻ കാർത്തുനോ പറയുന്നത് നമ്മൾ രണ്ടത് സെയിം ആണ് കാർത്തു ഡ്രസ്സൊക്കെ എന്ന് പിന്നെ പറഞ്ഞുകൊണ്ടിരിക്കണം. അപ്പൊ സാധാരണ കാർത്ത് പൊന്നേച്ചിയുടെ അടുത്താണ് ഇരിക്കാറ് കാറിൽ പോകുമ്പോ. പക്ഷെ ഇന്നലെ ഞങ്ങളുടെ കൂടെ തന്നെയാണ് ഇരുന്നത്. കാറിൽ അങ്ങനെ ആരുടെ അടുത്ത് മാറിയിരിക്കാറില്ല. പക്ഷെ അവള് ഇന്നലെ ഫുള്ള് ഞങ്ങളുടെ അടുത്ത് തന്നെ ആയിരുന്നു.
അങ്ങനെ ഞങ്ങള് ശോഭസിറ്റിയിലെത്തി. ഞങ്ങളുടെ സ്ഥിരം സ്ഥലമാണ് കേട്ടോ. അപ്പൊ വേറെ ഒന്നല്ല, ഞങ്ങൾക്ക് ഒരു വലിയ ഫംഗ്ഷൻ വരുന്നോണ്ട് അതിനുള്ള ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോയതാണ് കേട്ടോ, ഏട്ടന്റെ ഡ്രസ്സ് നോക്കാൻ വേണ്ടിട്ട്. പക്ഷെ അവിടെ നിന്ന് കിട്ടിയില്ല. അപ്പൊ ഞങ്ങൾ വേറെ ഒന്നല്ല പറയണ, അമ്മയും വീഡിയോ എടുക്കുക, ഞങ്ങളും വീഡിയോ എടുക്കുക, അങ്ങോട്ട് ഇങ്ങോട്ട് പൊന്നേച്ചി ഇപ്പോൾ വീഡിയോ എടുത്തുകൊണ്ട് ഇറക്കാൻ കേട്ടാ. അപ്പൊ പിന്നെ ഞങ്ങള് ക്ലാസ്സിന് കുറച്ച് വീഡിയോസ് ഒക്കെ ഇട്ടു, സെയിം ഡ്രസ് ഒക്കെ അല്ലേ ഇട്ടിക്കണേ. നല്ല ഉറക്കമത്ത് ഫോട്ടോ എടുക്ക ഇങ്ങോട്ട് നോക്കി പറ പോന്ന്. രാവിലെ വെച്ചിട്ട് ഞാൻ ഫോട്ടോ ചെയ്ത് വെച്ചപ്പോ പറയാ ഇപ്പൊ തന്നെ എന്തിനാ പോണോ, കുറച്ച് കഴിഞ്ഞിട്ട് പോയ. അവ നേരത്തെ അയച്ചു വന്നിരിക്കുന്നു. ഞങ്ങള് പല്ലേച്ചിട്ട് ഇവിടെ വരുമ്പോഴേക്കും അവ അവിടെ അയച്ചിരിക്കണേ. എന്താണ് ചക്കത് ഉറങ്ങിക്കൂടെ? അടുത്തു പോട്ടെന്നാ. അങ്ങനെതാ ഞങ്ങൾ കൊടുങ്ങല്ലൂർ എത്തിയിട്ടാ. നമ്മളവിടെ നിന്നൊരു എത്ര മണിക്ക് 7 മണി 7:30 ഇറങ്ങിയതാണ്. പിന്നെ ഒരു 10 മണിക്ക് ആയി ഇവിടെ എത്തുമ്പോ നല്ല ബ്ലോക്ക് ആയിരുന്നു. വഴി മൊത്തം വഴിയൊക്കെ ഇങ്ങനെ പൊളിച്ചിട്ടായിരുന്നു, ഭയങ്കര ബ്ലോക്ക് ആയിരുന്നു. ഞങ്ങള് വിചാരിച്ചു രാവിലെ നേരം ബ്ലോക്ക് ഉണ്ടാവില്ല. വേറെ ഒന്നല്ലാണ്ട് ഇത്ര രാവിലെ തന്നെ വന്നത്. നമുക്ക് ഇവിടെ കുറേ കാര്യങ്ങളുണ്ട്. നമുക്ക് ഒരു 10 മണിയാകുമ്പോ ഇവിടെ എത്തണം എന്നുണ്ടായി. അപ്പൊ അതുകൊണ്ടാണ് രാവിലെ എണിച്ച് വന്നത്. 10 മണിക്ക് എത്തി. സത്യം പറയാൻ വിചാരിച്ചാണ് കുറച്ചേരം പോയിട്ട് കിടന്ന് ഉറങ്ങാന്ന്, അവിടെ പോയിട്ട് കൊറേ റെസ്റ്റ് എടുക്കാന്ന് വിചാരിച്ചാണ്. പക്ഷെ അതൊന്നും നടന്നു. 6 മണിക്ക് അലാറം വെച്ചതാ. ഞങ്ങള് 7 മണി ഒട്ടും പറ്റുണ്ടായില്ല, പൊന്തലുണ്ടായില്ല. എന്നാലും കാരണം കാര്യങ്ങൾ നടക്കണ്ടേ. അപ്പൊ ഞങ്ങള് വിചാരിച്ചിട്ടുണ്ടായി കുറച്ചേരം അവിടെ പോയിട്ട് റെസ്റ്റ് എടുക്കുക. ഇവിടെ റെസ്റ്റ് ഒന്നും ഉണ്ടായില്ലല്ലോ. അവിടെ പോയിട്ട് റെസ്റ്റ് എടുക്കലാണെന്നല്ല, വേറെ ഒന്നല്ലാട്ടാ. നമ്മളിതാ കല്യാണത്തിന് പോയി, പിന്നെ വന്നു, പിന്നെ പുറത്തു പോയി, അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ. പിന്നെ വന്ന് കുറച്ചേരം ഇരുന്നു. അപ്പൊ ഞങ്ങളൊന്നും ഉറങ്ങിയിട്ടാ. അതെത്തിയപ്പോ കിടന്ന് ഉറങ്ങി. പിന്നെ രാത്രി ഉറങ്ങി വെച്ചു. ഇതാ പോകും. സത്യം പറഞ്ഞ അവിടെ നിന്ന പോലെ തോന്നണില്ല, പെട്ടെന്ന് കഴിഞ്ഞു. നമ്മൾ എത്തിയതും വൈകിട്ടാണ്, തിരിച്ചും ഇങ്ങോട്ട് പെട്ടെന്ന് വന്ന പോലെ. അതുകൊണ്ട് തന്നെ കുണിക്കലും കുളിക്കാൻ നല്ല വിഷമാണ് കേട്ടോ. ഞാൻ വരുന്ന കുളിക്ക് ഉറക്കത്തിലായിരുന്നു. അപ്പൊ ഞാൻ എഴുതിച്ചപ്പോ വിളിച്ചപ്പോൾ ഒരു വിഷമം. കുഞ്ഞേച്ചി ഞാൻ വിളിച്ചാ വന്നോളോട്ടാന്നൊക്കെ പറയുന്നുണ്ട്. അത് ഗുരുവായൂർ അമ്പലത്തിൽ പോകാൻ വെച്ചത് അത് നടന്നില്ല. പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അമ്പലത്തില്. പക്ഷെ ഈ പറഞ്ഞ പോലെ കാരണവശാൽ നടന്നില്ല. പിന്നെ അത് പോണം.
അപ്പൊ കുണിക്കനും കുണിക്കൊക്കെ വിഷമം കാത്തുമ്പോ ഞാൻ അവിടേക്ക് വന്നത് അറിഞ്ഞിട്ടില്ല കേട്ടാ. എന്താ ഇന്നലെ അവള് വീട്ടിൽ പോയ കാരണം അറിഞ്ഞിട്ടില്ല. കരച്ചിലും മകളൊക്കെ ആയേനെ. അവള് മുന്നിൽ കൂടെ വരുമ്പോ അവള് ഭയങ്കര വാശി കൂട്ടാണ്. ഇനി വിളിച്ചോക്കണം. വിളിച്ചാൽ തന്നെ കുട്ടി ഇതാവും. ഇവിടെ എത്തിയത് അറിയില്ലല്ലോ. കുടുക്ക കരഞ്ഞില്ലേ എന്നുള്ളൊരു ലെവലിലായിരുന്നു കേട്ടാ. എന്നാണേലും കുടുക്ക രാവിലെ 6:30 തന്നെ ഞങ്ങള് പല്ലേച്ചിട്ട് ഒരു 7 മണിയില്ലേ, 7 മണിക്ക് ഞങ്ങള് പല്ലേച്ചിട്ട് ഞങ്ങള് കിച്ചന്റെ അവിടെ നിന്ന് ഹോളിലേക്ക് വന്നപ്പോ ഒരാള് സെറ്റ് ചെയ്യുമ്പോതിരിക്കുന്നത്. എന്താ വെച്ചാൽ അവനോട് പറഞ്ഞിട്ടുണ്ടായി രാവിലെ പോകുന്നത്. അപ്പൊ അവൻ ഉറക്കമില്ല, സമാധാനം ഇല്ലാണ്ട് അവൻ നേരത്തെ തന്നെ എണിച്ച് വന്നു. അപ്പൊ നമ്മള് പോകുമ്പോൾ അവന് ചെറുക്കാനൊന്നും വയ്യപ്പോ കുറച്ച് കഴിഞ്ഞിട്ട് വിളിച്ചപ്പോ എനിക്ക് വിഷമമൊന്നും ഇല്ല. എന്നിട്ട് അവന്റെ മുഖത്ത് ആ വിഷമാണ് കേട്ടോ. ഇല്ല എന്ന് പറയണത്. ഈ നാണക്കേടായാലും വിഷമുണ്ടെന്ന് പറഞ്ഞാലോ വെച്ചിട്ടാണ് അങ്ങനെ. അപ്പൊ ഇനി വേറെ ഒന്നുമില്ല. ഞാൻ നല്ല വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് തരാം. വീഡിയോ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞാണെങ്കിൽ കറക്റ്റ് വീഡിയോ എന്നിട്ടും നടന്നില്ല കേട്ടോ. കൊറേ തിരക്കുള്ളതുകൊണ്ടാണ് കൊറേ മനസ്സിലാവും. എന്തായാലും പറയേണ്ടത് നമ്മൾ കറക്റ്റ് ആയിട്ട് എല്ലാം ശരിയായിട്ട് പറയാന്ന് വെച്ചിട്ടാണ്. അല്ലെങ്കിൽ പിന്നെ അത് ഇതാവുമ്പോ നമുക്ക് വിഷമാവും. അതുകൊണ്ടാണ് കറക്റ്റ് ആയിട്ട് പറയാന്ന് വെച്ചിട്ടാണ്. ഇപ്പൊ ഏകദേശം അടുത്ത ആഴ്ച എന്തായാലും നമ്മള് പറയും. ഒരു 2 ദിവസം വേണ്ട, 2 ദിവസം കൊണ്ട് എന്തായാലും ആ കാര്യം പുറത്ത് പറയുന്നതാണ്. അപ്പൊ അത് ഇത്രയും പെട്ടെന്ന് പറയും. അപ്പൊ അങ്ങനെ അതുകൊണ്ടൊക്കെയാണ് വീഡിയോ ഇടാൻ വൈകിയത്. ഇനി എന്തായാലും ഇടാൻ ശ്രമിക്കാം. ഉറപ്പ് പറയണില്ല. ഉറപ്പ് പറഞ്ഞിട്ട് ചെയ്തില്ലെങ്കിൽ അതൊരു നമുക്ക് വിഷമാണ്. ഞാൻ വന്നിട്ട് ആദ്യത്തെയാണ്. അപ്പൊ നമുക്ക് എന്തായാലും പോണം. അതിന്റെ വീഡിയോ എന്തായാലും എടുക്കണം. അറിയില്ല. എന്തായാലും നാളെ ഏട്ടന് വർക്കുണ്ട്. അപ്പൊ ഞാൻ ഒറ്റയ്ക്കായിരിക്കും. അപ്പൊ ചിലപ്പോ ഞാൻ ടൈമല്ലപ്പ് എടുക്കാൻ വഴിയുണ്ട്. നോക്കട്ടെ, പറ്റിയാണെങ്കിൽ മാത്രം. ചിലപ്പോ കൊറേ പണികളില്ലായിരുന്നു. ചിലപ്പോ ഞാൻ മൂടനുസരിച്ചിരിക്കും. ചിലപ്പോ എനിക്ക് ആ മൈൻഡിൽ ഇരിക്കാൻ തോന്നിയില്ലെങ്കിൽ എടുക്കൂല. പറ്റണ പോലെ വീഡിയോസ് ഇടാം. ഇന്നത്തെ വീഡിയോ എത്രയല്ലോ. അടുത്ത വീഡിയോ എത്ര പെട്ടെന്ന് വരാം. ബൈ.